വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റംസാൻ്റെ ഫാസ്റ്റിംഗ് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ചാനലിലെ ഒരു ടിപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ഒരു കുട്ടിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ആ ഒരു സക്സസ് സ്റ്റോറിയെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ആ ഒരു കാലത്ത് നമുക്ക് കൂടുതലായിട്ടും ഹെൽത്തി ഫുഡ് ആ ഒരു ടൈമിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുമല്ലോ, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്. അതല്ലാതെ ഡെയിലി നടക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലൊന്നും ജോലികളൊന്നും അങ്ങനെ ഇല്ലാതെ നമ്മൾ ഡെയിലി നിൽക്കുന്ന സമയത്ത് ഫാസ്റ്റിങ്ങിൽ നിൽക്കുന്ന ഒരാൾ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കൂടുതലായിട്ടും ശരീരത്തിൽ കിട്ടും. കാരണം നമ്മുടെ ശരീരം അത്രമാത്രം ഒരു ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തൊന്നും ഓക്കെ ആയിട്ട് എക്സസൈസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെ ആയിട്ടാണ് നമ്മുടെ ബോഡി നിൽക്കുന്നത്. ആ സമയത്താണ് ഈ കുട്ടി കൂടുതലായിട്ടും ഞാൻ ഈ പറയുന്ന എക്സസൈസ് ചെയ്തത് കേട്ടോ. ഒരുപാട് എക്സസൈസുകൾ ആ കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ പറയുന്ന ലെഗ് അപ്പ് ദ വാൾ എക്സസൈസ്, ബട്ടർഫ്ലൈ എക്സസൈസ്, മലാസന എക്സസൈസ്, അങ്ങനെ ഒരുപാട് എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത, നിങ്ങൾ ഒരുപാടൊന്നും ഫോളോ ചെയ്തിട്ടില്ലാത്ത മറ്റൊരു എക്സസൈസ് ആണ് ഈ കുട്ടി ചെയ്തത്. ആദ്യം തന്നെ ഈ എക്സസൈസുകൾ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്ക് നോക്കാം. അതിനേക്കാളും മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മെഡിസിൻ എടുക്കുകയാണ് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ലെട്രസോൾ മെഡിസിൻ എടുക്കുന്നു, അല്ലെങ്കിൽ ക്ലോമോഫിൻ സിട്രേറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അയൺ, കാൽസ്യം, കോക്യൂട്ടൻ, ഫോളിക് ആസിഡ് ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഈ മെഡിസിന്റെ ഒക്കെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓവറീസിലോട്ടും അല്ലെങ്കിൽ നമ്മുടെ യൂട്രസിലോട്ടൊക്കെ കിട്ടുന്നത് എങ്ങനെയായിരിക്കും? അതിന്റെ ബെനിഫിറ്റുകളൊക്കെ കിട്ടണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നടന്ന് ശരീരത്തിൽ നമ്മുടെ ഓവറീസിലോട്ടും നമ്മുടെ യൂട്രസിലോട്ടും ഒക്കെ അത് എത്തണം. എന്നാൽ മാത്രമേ അതിന്റെ ഗുണങ്ങൾ നമുക്ക് അവിടെ പ്രതിഫലിച്ച് കാണാനായിട്ട് സാധിക്കൂ, അല്ലെ? സെയിം ഇതേ മെക്കാനിസം തന്നെ നമുക്ക് നടക്കണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് തന്നെ നടക്കണം. എന്റെ ചാനൽ ഏകദേശം ഒരു 6 മാസമൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളമാണ് എന്നതിനെ പറ്റിയിട്ട്. കൃത്യമായിട്ടുള്ള രീതിക്ക്, കൃത്യമായിട്ടുള്ള ഫോഴ്സിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതെല്ലാം നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുന്നു, ഫ്രൂട്ട്സ് കഴിക്കുന്നു, ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോസ് വാട്ടർ കുടിക്കുന്നു. ഇതെല്ലാം കുടിച്ചിട്ടും കഴിച്ചിട്ടും നിങ്ങൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അതായത് ദേഹം അധികം അനങ്ങാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റുകൾ ഒന്നും തന്നെ കിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു നോർമലി ഒരു വീട്ടമ്മയോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിലുള്ള ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്. രാവിലെ ഹസ്ബൻഡ് പോകുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഒരുക്കുന്നത് തൊട്ട് രാത്രിത്തെ അത്താഴം വരെ ഓരോ കാര്യങ്ങളും ഒരു വീട്ടമ്മ ചെയ്യുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി, എന്താ പറയാ, ഫോർച്ചുനേറ്റ്ലി ഒരു അൺഫോർച്ചുനേറ്റ്ലി, നമ്മുടെ തുമ്പത്തെല്ലാം കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ദേഹം അധികം അനങ്ങേണ്ടതിന്റെ ഒരു ആവശ്യകത നമുക്ക് അവിടെ ഉണ്ടാവുന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിലോട്ടുള്ള രക്തയോട്ടം അവിടെ കുറയുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നമ്മളിൽ പലരും വീട്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഭാരം വെക്കുന്നതിന്, അതായത് നമ്മുടെ വണ്ണം വർദ്ധിക്കുന്നതിനും നമ്മൾ കൂടുതൽ ലേസി ആയി പോകുന്നതിനും സാധ്യതകൾ ഇതുമൂലം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്യൂർ ചെയ്യണമെങ്കിൽ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുണ്ടാവണം. ഫിസിക്കലി ആക്റ്റീവ് ആകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഗോഡസ് പോസ് എന്ന് പറയുന്നത്. ഗോഡസ് പോസ് എന്ന് പറയുന്നത് ഒരു ഫെർട്ടിലിറ്റി എക്സസൈസ് ആണ്. ഈ എക്സസൈസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളുടെ വെയിറ്റ് ലോസിനല്ല, നേരെ മറിച്ച് നിങ്ങളുടെ ഫെർട്ടിലിറ്റി സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളൊരു അമ്മയാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കാനാണ് ഗോഡസ് പോസ് എന്ന യോഗാസന ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഗോഡസ് പോസ് എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ദേവി, അതായത് നമ്മളെ ഹിന്ദു ആ റീജിയൻ അനുസരിച്ചിട്ട് ഒരു ദേവി പോസ് ചെയ്യുന്നത് പോലെ, ദേവി നമ്മളെ അനുഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പോസ് എക്സസൈസ് ചെയ്യുന്നത് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ 2 കാലുകളും ഒരു 2 to 3 ഫീറ്റ് നിങ്ങൾ കാലുകൾ അകത്തി നേരെ വെക്കുക. നേരെ എന്ന് പറയാം, ഞാൻ ഇവിടെ ഇമേജ് കൊടുത്തേക്കാട്ടോ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് നിങ്ങളുടെ കൈ കിടക്കുന്ന ആ ഭാഗത്തോട്ട്, റൈറ്റ് കൈ കിടക്കുന്ന ഭാഗത്തോട്ട് റൈറ്റ് കാലിന്റെ ഫൂട്ട്, അതായത് നമ്മുടെ ഒരു പാദം നേരെ റൈറ്റ് കൈ കിടക്കുന്ന ഭാഗത്തോട്ട് അങ്ങനെ 2 കാലും ഇതുപോലെ അകത്തി നേരെ അങ്ങോട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഉപ്പൂറ്റി ചെറുതായിട്ട് ഒന്ന് മടക്കി ആ ഒരു ദേവി അനുഗ്രഹിക്കാൻ നിൽക്കുന്നത് പോലുള്ള ഒരു പോസ് ഉണ്ടാവില്ലേ, ഒന്നുകിൽ കൈ ഇങ്ങനെ നമ്മൾ അനുഗ്രഹിക്കാൻ ബ്ലസ് ചെയ്യാൻ നിൽക്കുന്നത് പോലുള്ള ഒരു പോസിൽ നിൽക്കുക, അതല്ലെങ്കിൽ 2 കൈയും നമ്മൾ ചേർത്ത് വെച്ചിട്ട് നിൽക്കുക. നമ്മുടെ ഉപ്പൂറ്റി പതിയെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ആ ഒരു പോസിൽ തന്നെ നിങ്ങൾ കുറച്ചു നേരം ഒന്ന് നിൽക്കുക. ഒരു 10 to 15 മിനിറ്റ്സ് ആ ഒരു പോസ് നിങ്ങൾ ചെയ്യുക. തുടക്കത്തിലേ ശ്രദ്ധിക്കുക, നമ്മൾ തുടക്കക്കാരായതുകൊണ്ടും നമ്മുടെ ദേഹം ഒരുപാട് അങ്ങോട്ടേക്ക് അനങ്ങാത്തത് കൊണ്ടും നിങ്ങൾ ഒരിക്കലും ഒറ്റ സ്ട്രെച്ചിൽ 15 മിനിറ്റ് നിൽക്കരുത്. നിങ്ങൾക്ക് പിറ്റേ ദിവസം നടക്കാൻ പറ്റില്ല, വേദന ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒറ്റ സ്ട്രെച്ചിൽ ഒരു 4 മിനിറ്റ് നിങ്ങൾ ആദ്യം നിൽക്കുക. അതിനുശേഷം നിങ്ങൾ ഈ പോസുമായിട്ട് അങ്ങോട്ട് ഇണങ്ങി ചേർന്ന് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്ത് നിൽക്കുക.
ഈ ഒരു പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ബ്രീത്തിങ്ങും ഇതിനനുസരിച്ച് തന്നെ ബാലൻസ് ആയിരിക്കണം. ബ്രീത്തിങ് ബാലൻസ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോലി നമ്മൾ ശ്വാസം അകത്തേക്ക് വലിക്കുക. പയ്യെ നമ്മളും പ്രകൃതിയും മാത്രമുള്ളൂ അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിൽ നിന്നിട്ട് പയ്യെ നിങ്ങൾ ശ്വാസം അകത്തേക്ക് വലിക്കുക. അതുപോലെ തന്നെ സ്ലോലി നിങ്ങൾ ശ്വാസം പുറത്തേക്കും വിടുക. ഇതേ പോസ് തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഡീപ്പായിട്ട് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ദെൻ സ്ലോലി നമ്മൾ ബ്രീത്ത് അങ്ങോട്ട് എക്സ്ഹെയിൽ ചെയ്ത് നമ്മൾ വിടുക. ഈ ഒരു പ്രോസസ്സ് തന്നെ നിങ്ങൾ എത്ര നേരം ഈ പോസിൽ നിൽക്കുമോ അത്രയും നേരം വരെ നിങ്ങൾ സ്ലോലി ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളും നിങ്ങളുടെ സറൗണ്ടിങ്സും ഒക്കെ കാമായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വേറെ ഒരു കാര്യങ്ങളും ചിന്തിക്കാതെ ഈ ഒരു പോസിലോട്ട് മാത്രം മുഴുകി നിങ്ങൾ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ണടച്ച് നിന്ന് മനസ്സിൽ ഇത് ഫീൽ ചെയ്യുമ്പോൾ തന്നെ ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ആ റിലാക്സേഷൻ നിങ്ങളുടെ ഫെർട്ടിലിറ്റിയിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്മൾ കൂടുതൽ സ്ലോലി നമ്മൾ ആ ഒരു ബ്രീത്ത് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ നോർമലി ബ്രീത്ത് എടുക്കുന്നതിനേക്കാളും കുറച്ചധികം ഓക്സിജൻ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്നതിന് ഇത് സഹായിക്കുന്നു. സ്ലോലി നമ്മൾ അങ്ങോട്ട് ബ്രീത്ത് ഇൻ ചെയ്ത് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ നോർമലി നമ്മൾ എത്രത്തോളം എടുക്കുന്നോ അതിനേക്കാളും കൂടുതൽ അവിടെ ഉണ്ടാകും. പിന്നെ നമ്മളിവിടെ കാലുകൾ രണ്ടും, അതായത് നമ്മൾ കാലുകൾ ഒരുവിധം അകത്തിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 2 to 3 ഫീറ്റോളം നമ്മൾ കാലുകൾ അകത്തിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ആ പെൽവിക്കിന്റെ ഭാഗം ഒന്ന് വികസിക്കും, നമ്മുടെ ഇടുപ്പ് ഒന്ന് വികസിക്കും, നമ്മളുടെ ആ ഒരു ഓപ്പണിങ്സ് ഒക്കെ ഒന്ന് വികസിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇങ്ങനെ വികസിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പെൽവിക്കിന്റെ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. നിങ്ങളുടെ ലോവർ അബ്ഡമൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഓവറീസ്, ഫലോപ്പിയൻ ട്യൂബ്, സെർവിക്സ്, യൂട്രസ് അങ്ങനെയുള്ള എല്ലാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. മസിൽസ് ഒക്കെ ഒന്ന് വികസിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ ബ്ലഡ് സർക്കുലേഷൻ നോർമലി എത്രത്തോളം ഉണ്ടായിരുന്നോ അതിനേക്കാളും ഇരട്ടിയായിട്ട് ഓരോ ഭാഗത്തോട്ടും പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഏതൊക്കെ സമയത്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീരിയഡ്സിന്റെ സമയത്ത് നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കില്ല, ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് നിന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഓവറീസിന്റെ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ നമ്മുടെ ആ ഒരു എഗ് കൃത്യമായിട്ട് ഡെവലപ്പ് ആയി വരുന്നതിനും കൃത്യമായിട്ട് അത് റപ്ചർ ആവുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അത് ഇനി ഇംപ്ലാന്റേഷൻ സമയങ്ങളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വരുന്ന എഗ്ഗിന് കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ എത്തി അണ്ടത്തിന് ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വന്ന എഗ്ഗിന് ഗ്രോത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് അതിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ എത്തി കുഞ്ഞിലോട്ട് ന്യൂട്രിയൻസ് കൂടുതലായിട്ട് എത്തുന്നതിനും കുഞ്ഞിന്റെ വളർച്ച, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് എന്നിവയെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നതിനും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു റെഫറൻസ് പിക്ക് കൊടുത്തേക്കാം കേട്ടോ. ഈ ഫെർട്ടിലിറ്റി എക്സസൈസിന്റെ വീഡിയോസ് ഒക്കെ കേൾക്കുമ്പോഴേക്കും നമ്മൾ പുച്ഛിക്ക് അല്ലാട്ടോ വേണ്ടത്. കാരണം ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നു. ടോട്ടലി ഓൾ ഓവർ ദ വേൾഡ് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള യോഗ പോസുകളും ടെക്നിക്സുകളും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരിക്കലും പണച്ചെലവുള്ള ഒരു കാര്യമല്ലല്ലോ ഇത്. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ, നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. എത്ര തവണ നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ അത്ര തവണ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്ത് നോക്കാം കേട്ടോ. റെഫറൻസ് പിക്ക് ഞാനിവിടെ കൊടുത്തേ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.